അപ്പൊ നമുക്ക് തുറന്നകത്തേക്ക് കയറാം. ഹായ്, ഞങ്ങൾ നിങ്ങളുടെ സ്വന്തം ഷോക്ക് ഫാമിലി. ഫാമിലി. ഞങ്ങളിപ്പോ കുറെ നാളായിട്ട് വ്ളോഗ് ഒന്നും എടുക്കാറില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എങ്ങനെ വ്ളോഗ് എടുക്കാതെ പോകും? അത്രയ്ക്ക് ഇവിടുത്തെ സ്ഥലം അപ്പൊ വേറൊരു ലെവലാണ്. ഇന്നത്തെ റിസോർട്ടിന്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഒന്ന് കാണിച്ചു തരാം. നിങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും അല്ലേ? അതാണ്. അപ്പൊ നമുക്ക് പോവാം. എന്തായാലും നമ്മള് തുടക്കം കാണിക്കാം. നമ്മൾ റോഡിൽ നിന്നും കാണുമ്പോ ജസ്റ്റ് ഒരു ഗേറ്റ്, അപ്പുറത്തൊരു മതില് പോലെ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതേ ഉള്ളൂ. ഈ ആംബിയൻസ് കാണുമ്പോ നമുക്ക് അകത്തെന്താണെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇതിന്റെ പേര് ഒരു വെറൈറ്റി പേരാണ്. മാംഗോ ലാൻഡ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഒരു വൺമതില് പോലെ മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഉള്ളിലോട്ട് പോയി നോക്കിയാൽ മാത്രമേ അറിയൂ. ഇതിന്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് പോയി നോക്കാം. ഉള്ളിൽ കയറുമ്പോൾ ഒരു മതിലും, അതെ, ഒരു മതിലും അതിന്റെ അടുത്തൊരു റിസപ്ഷൻ. ഇത് റിസപ്ഷൻ ആണ്. അതെ. പിന്നെ ഇവിടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഈ പേര് തന്നെ ഉണ്ട്. ഇത് എന്തുകൊണ്ട് ഈ പേര് ഇവിടെ ഇട്ടു? കാരണം ഇവിടെ ഫുള്ളും മാംഗോയാണ്. മാംഗോ പല വെറൈറ്റിയിലുള്ള മാംഗോ ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടുത്തെ അതെ. അപ്പൊ മാംഗോ ഇഷ്ടം പോലെ, എല്ലാ മാവിലും മാങ്ങ ഉണ്ട് എന്നതാണ് ഇതിന്റെ വെറൈറ്റി. അപ്പം അപ്പം ഇതിന്റെ പേര് മനസ്സിലായല്ലോ. ഇവിടെ റിസോർട്ടിന്റെ പേര് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം അതിന്റെ ആ ഒരു പവർ അറിയാമെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് മാംഗോ ലാൻഡ്. ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ വരെയാണ് കുട്ടികൾക്ക് 2 മാസത്തെ വെക്കേഷൻ. ആ സമയത്ത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മാംഗോ ലാൻഡ്. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഇവിടെ നോക്കിയാൽ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഒരു ആകാംക്ഷയാണ്. അപ്പൊ ഈ ആകാംക്ഷയാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ റിസപ്ഷൻ ഈ ഒരു ഏരിയ ഒന്ന് കാണാൻ ഒരു വെറൈറ്റി ഒരു ആംബിയൻസ് ആണ്. സൂപ്പറാണ്. മുള കൊണ്ടാണ്. മെയിൻ ആയിട്ട് ഇതൊരു തറവാടിന്റെ ഒരു ലുക്കാണ് നമുക്ക് ഫസ്റ്റ് തരുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ പിന്നെ വേറൊരു വെറൈറ്റി, വേറൊരു ലോകമാണ്. ഇതിന്റെ മെയിൻ നമ്മളിപ്പോ നിൽക്കുന്ന ഒരു ലോകം. പക്ഷെ ഇനി നമ്മൾ പോകുന്നത് വേറൊരു ലോകത്തേക്കാണ്. അപ്പൊ നമുക്ക് തുറന്നകത്തേക്ക് കയറാം. പല ദേവതകൾ. ഇത്രയും വലിയൊരു സർപ്രൈസ് ആണ് ഇവിടെ കാത്തിരുന്നത് നമ്മൾ വിചാരിച്ചില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മാത്രമല്ല നമ്മളുടെ അപ്പൊ ഇതിനകത്ത് കയറുമ്പോൾ ആംബിയൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇത് മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു മഴ ഫീലാണ്. ഒരു ഇരുണ്ട ട്രോപ്പിക്കൽ ഫീൽ. അപ്പൊ ഒരു ഇരുണ്ട ഫീലാണ് എപ്പോഴും. എന്നാൽ വിദേശത്തിൽ നിന്നൊക്കെ വരണവർക്ക് ഒരു മഴയുടെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലും ഇങ്ങനെ ഒരു ആംബിയൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് നേരെ കയറി വരുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയയാണിത് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാ ഓക്കെ. അത് ഒരു കഴിക്കാനുള്ള ഒരു ഏരിയ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് മഴ പെയ്യുമ്പോൾ വെറൈറ്റി ഫീൽ ആയിരിക്കും ഇവിടെ. കാരണം ഇപ്പൊ മഴയില്ല. പക്ഷെ നമുക്കിവിടെ ഇത്ര നല്ല വെയിലാണ്. അങ്ങോട്ടൊക്കെ നല്ല വെയിലാണ്. പക്ഷെ ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ വെയിൽ നമ്മൾ അറിയയില്ല. കാരണം അത്രയ്ക്ക് തണലാണ്. ഈ തണല് ഒരു ജലത്തിന്റെ ഒരു ജലത്തിന്റെ ഒരു ഫീലാണ് ഇവിടെ. ഒരു കുളിർമയാണ്. അതെ. അപ്പൊ ഇവിടെ തന്നെ വെള്ളത്തിന്റെ വെള്ളം ഫിഷ് ഇല്ലേ ഇതിനകത്ത്? ഫിഷ് ഇല്ല. പക്ഷെ ഒരു വെള്ളച്ചാട്ടം നമ്മൾ വന്ന സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എവിടെയോ അപ്പൊ ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ടായിരിക്കും. ഇതൊരു റൂമാണല്ലേ? ആ റൂമിന്റെ ഫ്രണ്ട് ഒരു വേറെ കർട്ടൻ ചെയ്തിരിക്കുന്ന മാത്രമാണ്. മതിലില്ല. ഈ ആംബിയൻസ് ഉണ്ടോ? വേറെ ലെവലല്ലേ? അതാണ്. അപ്പൊ നമുക്ക് അടുത്ത മെയിൻ. അപ്പം ഇതിന്റെ ഫ്രണ്ടിലായിട്ട് 2 റൂമാണ് വരുന്നത്.
ഒന്ന് ഇത് ആ റൂമിലോട്ട് കയറുന്ന എൻട്രൻസ് ചെയ്യാൻ കണ്ടോ ഗ്രീൻ കളറിലെ ആ ഒരു അത് ഒരു മെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത്. റൂമിന്റെ പേര് മാംഗോ. ഇത് നീലൻ. ഓരോ മാംഗോയുടെ പേരാണ് ഓരോ റൂമിന് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കിഷോറൊക്കെ താമസിക്കുന്ന റൂമാണ്, കിക്കോ അവർ താമസിക്കുന്ന റൂമാണ് നീലം. ഓക്കെ, നീലം. ഇത് DND വ്ളോഗ് അവർ താമസിക്കുന്ന റൂമാണ് ജാഗൻ. ഓക്കെ, പക്ഷെ ഇതിന്റെ ഉള്ളു നമുക്ക് വൈകിട്ട് അതെല്ലാം കണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാം. അതെ, പിന്നെ നമുക്ക് നമ്മുടെ റൂം ഇതുവഴി സ്റ്റെപ്പ് വഴി കയറി മുകളിലാണ് നമുക്ക് റൂം തന്നിരിക്കുന്നത്. അതെ, ഓക്കെ. പിന്നെ ഈ ചെടികൾ ഇതൊക്കെ ഒരു എന്താ പറയാ, അവർ കാണുന്ന കണ്ണിന് കുളിർമയായിട്ട് ആണ് അവര് ഓരോന്നും ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ജാനി പറഞ്ഞോളൂ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരിതാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കൊള്ളാം, നല്ല ഭംഗിയുണ്ടല്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവന് ഫുള്ള് മുകളിലോട്ടൊന്ന് കാണിച്ചു. മുകളിലോട്ടൊന്ന് കാണിച്ചു. ആംബിയൻസ് കാണാൻ വേറെ ലെവലാണ് അല്ലേ? അങ്ങ് നോക്ക്, മുകളിൽ ബാൽക്കണിയാ. ഓക്കെ, ഫുള്ള് ഇവിടെ ഇപ്പൊ 4 റൂം അല്ലേ? ഇത് 4. ഇതിപ്പോ മൊത്തം 5 റൂമാണല്ലേ? മൊത്തം 5 റൂമാണുള്ളത്. ഇപ്പൊ ഇവിടെ താഴെ മുകളിലായിട്ട് 4 റൂമാണുള്ളത്. കാണാൻ തന്നെ ഒരു വെറൈറ്റി ലുക്കാണ്. നമുക്കിങ്ങനെ എന്താ പറയാ, ഒരു വല്ലാത്തൊരു വൈബാണ് ഇവിടെ കാണാൻ വേണ്ടിട്ട്. ചെടികളും റൂമിന്റെ മുറ്റത്തിറങ്ങുന്ന സമയത്ത് നമുക്കൊരു കുളിർമയാണ്. നമ്മുടെ ടെൻഷൻ എല്ലാം മാറിയിട്ട് ഒരു വല്ലാത്തൊരു വൈബാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റൂമിൽ നിന്ന് തന്നെ നമുക്ക് പൂള് കാണാൻ പറ്റും. റൂമിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പൂള് കാണാം. അതും അടിപൊളി. ഞങ്ങൾ അന്ന് രാത്രി പൂളിലൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നിട്ടും ആ ഒരു വെയിൽ ഫീൽ ചെയ്യണില്ല. അതാണ് ഇതിന് അങ്ങോട്ട് പോകുമ്പോഴാണ്. പക്ഷെ ഇവിടെ മാവ് കാരണം കൂടുതൽ ഒരു എന്താ പറയാ, നമ്മൾ അവിടുത്തെ ഒരു വെയിൽ ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഇത് ഇവിടെ നിന്ന് വീണ ഒരു മാമ്പഴമാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. സ്വിമ്മിംഗ് പൂൾ ഒരു പ്രത്യേക ഒരു ഇതിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ? നല്ല ആഴമുണ്ട്. ആദ്യം വന്ന സമയത്ത് ഇവിടെ പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഒരു ബഹളമായിരുന്നു. പക്ഷെ എന്നിട്ട് നമ്മൾ രാത്രി അവന്റെ ഒരു നിർബന്ധത്തിലാണ് രാത്രി തന്നെ കുളിച്ചത്. എന്നാൽ ഇന്ന് സമയമില്ല, നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് എടുത്ത് തീർത്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ കണ്ട വെറൈറ്റി ആയിട്ട് ഇവിടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് അടുത്ത മാവാണ് കേട്ടോ. ഇവിടുത്തെ വെറൈറ്റി ഹൈലൈറ്റ്. അതെ, ഇവിടുത്തെ വെറൈറ്റി ഹൈലൈറ്റ് എന്ന് പറയുന്ന മാമ്പഴമാണ്. അതിൽ നിന്നാണ് ഈ മാങ്ങ വീണതെന്ന് തോന്നുന്നു അല്ലേ? മാങ്ങേ ഉള്ളൂ മാവില്. അതെ, പണ്ട് ഈ ഒരു സ്ഥലം ശരിക്കും പണ്ടൊരു കാട് പിടിച്ച ഏരിയ. അതിന് ഇത്രയും മനോഹരാക്കി എടുത്തത് അതാണ്. ഇവിടുത്തെ പുള്ളി ഓരോന്നും ശ്രദ്ധിച്ചാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തെ ഒരു എന്താ പറയാ, ഈ ടെൻഷനും ഇതെല്ലാം കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന മനസ്സ് ശാന്തമാവുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും എടുത്തെടുത്ത് പറയാം. നമുക്ക് ഇവിടെ വന്ന് കയറിയ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ റീലിൽ നിന്നും ഒരു വ്ളോഗിലേക്ക് പോയത്. സാധാരണ നമ്മൾ വ്ളോഗ് എടുക്കാറില്ല. എന്റെ എനർജി നിങ്ങൾ ഒരു വ്ളോഗിലും കണ്ടിട്ടില്ല സത്യമായിട്ട്. കാരണം നമുക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റീലിൽ തീരുന്നതല്ല ഇവിടുത്തെ. അതെ, നമുക്ക് റീൽ എടുക്കാൻ വേണ്ടിട്ട് നിന്ന് ഇവിടെ ഒരു ദിവസവും തികയില്ല. അത്രയ്ക്ക് ഇവിടെ ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട്. അതെ, പൂളിൽ നിന്ന് കുളിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പൂളിൽ നിന്ന് കുളിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ബാത്റൂം അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഷവർ ഏരിയ ചെയ്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ മാത്രമല്ല കാർ പാർക്കിംഗ്. ഇവിടെ ഒരു 10-15 കാറോളം കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. പുല്ല് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഇത് റിസോർട്ട് എന്ന് പറയുന്ന റൂം മാത്രമല്ല, നമുക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് കാർ പാർക്കിംഗ്, മറ്റേ ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ. അതെ, പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് ആ സൈഡിൽ കൂടെ ഒരു വഴി കണ്ടില്ലേ? ആ വഴിയാണ് ഈ വഴി. നമുക്ക് ഇത് വഴിയും കയറി വരാവുന്നതാണ്. ഇത് മെയിൻ ആയിട്ടും ഒരു എന്താ പറയാ, കല്യാണോ ഫംഗ്ഷൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ഡപം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു 250 പേർക്കെങ്കിലും ഇവിടെ പുറത്ത് നിന്ന് കാണാൻ പറ്റിയ രീതിയിലാണ് അതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കണ്ട ഇതൊക്കെ ഒരു ഓടാണ്, പക്ഷെ നമുക്ക് ഇവിടെ നോക്കിയത് ഓടാണെന്നേ തോന്നൂല. ആ ഒരു രീതിയിൽ ഇന്റർലോക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു വീടാണ് നമുക്ക് തോന്നുന്നത്. റൂമിലും ഇങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ? അല്ല, ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പം ഇത് ഒരു തുറന്ന ഏരിയ. നമ്മൾ പണ്ട് ഈ 4 കെട്ട് ക്ഷേത്രമൊക്കെ ഇല്ലേ, അതിന്റെ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്.
അപ്പോൾ അത് മാത്രമല്ല നമുക്ക് അവിടെ ഇതൊരു സ്റ്റേജ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടില്ലേ, ഇതൊരു സ്റ്റേജ് ആയിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ കണക്കിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എത്ര വരും, ഒരു 500 പേർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇരിക്കാൻ കണക്കിനുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഒരു ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇരുന്നുള്ള ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി. അടുത്ത കീർത്തി വിളിക്കുന്നുണ്ട് അടുത്ത സൈഡ്. ഇതുപോലത്തെ കുറെ സംഭവങ്ങൾ എല്ലാം നല്ല എക്സ്പെൻസ് ഉള്ള സാധനങ്ങളാണ് നമ്മളെ ഈ കാണുന്നതെല്ലാം. അവിടെയും ആ റൂമിന്റെ ഫ്രണ്ടിലും അവിടെയും ഈ 2 സൈഡിലായിട്ടൊക്കെ അതൊക്കെ ഒന്ന് കാണാൻ വേറെ ലുക്കാണ്. ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചാണ് അടിപൊളി. എന്ത് പറഞ്ഞു ഇതിന് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ടും നമ്മൾ ചൈനയിലൊക്കെ കണ്ടിട്ടുള്ള മറ്റേ അലക്കുകല്ലില്ലേ, അതിന്റെ ഒരു കല്ലിന്റെ ഒരു കരിങ്കല്ലിൽ ചെയ്തിരിക്കുകയാണ് ഈ സംഭവം. പക്ഷെ അതൊരു വെറൈറ്റി ലുക്കാണ് കേട്ടോ അത് കാണാൻ. ഓരോന്നും അവര് സ്പെഷ്യൽ ആയിട്ട് ആർക്ക് എന്തൊക്കെ വേണമെന്നുള്ള രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു പിന്നെ നമ്മുടെ അടുത്ത ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത കാലിലെ മസാജിങ് ആണ് അല്ലേ. കാലിന് മസാജ് ചെയ്യാനായിട്ട് കാണാനും നല്ല ഭംഗിയാണ്. നമുക്ക് ചെരുപ്പൊക്കെ ഊരിയിട്ട് നടക്കുമ്പോ കാലിനൊരു സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെരുപ്പ് ഊരിയിട്ട് ഇതുപോലെ ആദ്യം നടക്കുന്നത് ആയിരുന്നു. അതാണ് അത് നടന്നു പോകുമ്പോ സത്യം പറഞ്ഞാൽ അതൊരു വേറെ എക്സ്പീരിയൻസ് ആണല്ലേ. നമ്മുടെ കൂടുതൽ ഇപ്പൊ ചെരുപ്പിട്ട് നടന്നിട്ടേ ഇതിൽ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയാ ഒരു ഇതാണ് ആ ഒരു ഫീൽ. അതാണ് അത് ചെറിയ വേദനയിൽ ഒരു മസാജ് ചെയ്യുന്ന. ഇത് കണ്ട നിങ്ങൾ റൂമാണെന്ന് വിചാരിക്കും, പക്ഷെ ഇത് റൂമല്ല, ഇതൊരു ബാത്റൂമിന്റെ സൈഡാണ്. ബാത്റൂമിന്റെ സൈഡ് വരെ അവര് ഇവിടെ നോക്കി നമുക്ക് ബാത്റൂം ആണെന്നേ മനസ്സിലാവൂല. ആ രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഓരോ ഏരിയയും അവർ എടുത്തെടുത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഗ്രൗണ്ട് ആണ്, ഇവിടെ നിന്ന് കളിക്കാനും കളിക്കാനൊക്കെ ഫുൾ സെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഷട്ടില്, ക്രിക്കറ്റ് കളിക്കാം, പിന്നെ സൈക്കിള്, ഇതെല്ലാം ഇവിടെ തന്നെ സ്പോർട്സിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഒരു അലമാരയിൽ അവർ വെച്ചിട്ടുണ്ട്, കളിക്കാനുള്ള ഏരിയസ് എല്ലാം. ഞാൻ ഒന്ന് സൈക്കിൾ ഓട്ടിച്ച് കാണിക്കട്ടാ. നീ സൈക്കിൾ ഓട്ടി വരും, പെട്ടെന്ന് വരാം. ഓക്കെ. അപ്പോൾ ഇത് ഒരു 40 വർഷം പഴക്കമുള്ള മാവാണ്. അപ്പോൾ അതുപോലുള്ള വർഷങ്ങൾ പഴക്കമുള്ള മാവുകളാണ് ഇവിടെ കൂടുതലുള്ളത്. പക്ഷെ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നിൽക്കുന്ന സ്പോട്ടാണ്, അഷ്ടമുടി കായലിന്റെ എന്തിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് അല്ലേ. അറിയില്ലേ, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സൈക്കിൾ ഓടിക്കുന്നത്. നമുക്ക് സൈക്കിൾ ഓടിക്കാൻ എനിക്ക് ഇന്നലെ ഓടിക്കാൻ പറ്റില്ല. അയ്യോ പറ്റണില്ല. ഇതിപ്പോ പരിചയപ്പെടുത്താൻ പറ്റുന്ന സൈക്കിൾ ആയാലേ. ഓക്കെ, ഞാൻ ഓടിച്ചിട്ട് വരാം, നിങ്ങൾ അവിടെ നിന്നെല്ലാം കണ്ടോ. നമുക്കിനി സാമ്പ്രാണിക്കുടി കായലിലേക്ക് പോകാനായിട്ട്, അത് സാമ്പ്രാണിക്കുടി കായലാണിത്, സാമ്പ്രാണിക്കുടിയിലേക്ക് പോകാനായിട്ടുള്ള ബോട്ട് വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്കിനി റൂം കൂടെ കണ്ടിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെതായ ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്തിരിക്കേണ്ടത്. എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം അതിൻ്റെതായ ആ ലുക്ക് വരണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പഠിച്ച് തന്നെ ചെയ്യണം. ഇവിടുത്തെ ഈ മണ്ഡപത്തിന്റെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്ന ഒരു കായലിലാണ്. കായലെന്ന് പറഞ്ഞാൽ അഷ്ടമുടി കായലിന്റെ എൻഡ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞത്. നമ്മുടെ മനസ്സ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഇത് രാവിലെ ഒരു 10 മണി വരെയും വൈകിട്ട് സൂര്യാസ്തമയം കാണണമെങ്കിൽ അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത, ഇതിന്റെ അകത്തൂടെ ഇറങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, മീൻ പിടിക്കാം. മീൻ പിടിക്കാം. ഇന്നലെ അവർ മീൻ പിടിക്കുന്നതൊക്കെ എടുത്ത് കാണിച്ചു തന്നെ, അതിൽ നമ്മളിൽ ഉൾപ്പെടുത്താം. മീൻ പിടിക്കുന്നതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലും കൊഞ്ചിന്റെ കുഞ്ഞുങ്ങളാണ്. നമ്മളിന്നൊരു ജെല്ലി ഫിഷ് കണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ജെല്ലി ഫിഷ് കാണുന്നത്, അത് ഇവിടെ നിന്നും കൊണ്ട് നേരിട്ട് കാണുന്നത് കേട്ടോ. ചിപ്പി കക്ക എല്ലാം ഈ സൈഡിലുണ്ട്. എന്നാൽ കായലിന്റെ ഒരു മെയിൻ കായലാണിത്. കായലിന്റെ ഇവിടെ നിന്നാണ് നമ്മൾ സാമ്പ്രാണിക്കുടി കായലിലോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ബോട്ട് വന്ന് അഷ്ടമുടി കായലാണ്, അതിന്റെ എൻഡാണ് നമ്മുടെ ഈ റിസോർട്ട് ഇരിക്കുന്നത്. ഇത് നമുക്ക് പോകാൻ വേണ്ടി ബോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വ്ലോഗ് എടുക്കുന്ന സമയത്ത് അവർ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ഇതിന് എടുത്ത് തിന്നാൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് പോകുന്നത് സാമ്പ്രാണിക്കുടി കായലിലാണ് നമ്മൾ ഈ ബോട്ടിൽ പോകുന്നത്. ശകലം വെയിൽ വന്നു തുടങ്ങി, അപ്പൊ നമുക്ക് പെട്ടെന്ന് പോകണം. അപ്പൊ ഇത് നമുക്ക് 4 മണിക്ക് ഇരിക്കാനുള്ള ഒരു വന്നിരിക്കും. ഇതൊക്കെ ശരിക്കും മെയിൻ ഒരു റിലാക്സ് ആണ്. നമുക്ക് യോഗ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണിത്. അപ്പൊ ഇതിന്റെ ആ ഓണർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ബ്രില്യന്റ് ആണ്. ഡോക്ടർ കൂടിയാണ്. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ കാര്യം ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഒരു എന്താ പറയാ, ഒരു സന്തോഷമാണ്. നമുക്കത് മാറുന്നില്ല. ഇനി ഇവിടുന്ന് പോണല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. വൈകുന്നേരം നമ്മുടെ സൂര്യാസ്തമയം ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ചായയും കുടിച്ച് സൂര്യാസ്തമയം കണ്ടത്. ഇനി എന്തായാലും റൂമിന്റെ ഇതും കൂടി കണ്ടിട്ട് നമുക്ക് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം.
അപ്പൊ നമുക്ക് ആദ്യം ഇനി റൂമിലേക്ക് പോകാം അല്ലേ? ഇപ്പൊ നമ്മളിത് വാക്കോട് പറഞ്ഞതെന്ന് തീരുന്നില്ല. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങള്, ഓരോ ഏരിയ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഉറപ്പായിട്ടും എന്താ ലീവിനോ പിന്നെ വെക്കേഷൻ ടൈം, ഇനി വെക്കേഷനിലല്ലേ വരുന്നത്, വെക്കേഷൻ ടൈം ഒക്കെ സോറി അതിൻ്റെ സോറി വെക്കേഷൻ ടൈപ്പിന് നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കുന്ന കുട്ടികളെ കൊണ്ട് അവർക്കൊരു ഭയങ്കര ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. കാരണം അവർക്കൊരു എന്താ ആക്ടിവിറ്റീസും എല്ലാം ഉണ്ട്. നമ്മൾ പറഞ്ഞതുകൊണ്ടോ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ ഇതിന്റെ ഭംഗിയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, മാംഗോ ലാൻഡ്രൺ എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ കിട്ടും. അതെങ്ങനെയുള്ളതാണ് ഈ റിസോർട്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതെ അതെ. അപ്പൊ നമുക്ക് നേരെ ഇനി പോയി റൂം കൂടി കാണിച്ചിട്ട് നമുക്ക് പോകാം. റൂം കൂടെ കണ്ടിട്ട് വരാം. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇവിടുത്തെ മെയിൻ 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫുഡ്, പിന്നെ ഇവിടുത്തെ ആംബിയൻസ്, വൃത്തി മെയിൻ ആണ് കേട്ടോ. അതിലൊരു വിട്ടുവീഴ്ചയില്ല. വൃത്തി മെയിൻ ആണ്, ഫുഡ് ഇതാണ്. പിന്നെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം അവർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പേടിയും വേണ്ട, ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്ത് തന്നെ പോകാൻ പറ്റും. നമ്മുടെ റൂമിലോട്ടാണ് മുകളിൽ പോകുന്നത്. ഹായ്, അത് ചാവി വേണ്ട, ഇത് നിങ്ങളല്ലേ? വേണ്ട, ചാവി വെച്ചോ, കയ്യിൽ വെച്ചോ. എന്നാ ചോദിച്ചാ പോവാ, ഇതാ വന്ന് റൂമിടെ എടുത്താ കഴിഞ്ഞ്. അപ്പം ഈ സ്റ്റെപ്പ് കണ്ട മരത്തിൽ തടിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് വരെ അവർ വിട്ടിട്ടില്ല, ഓരോന്നും ശ്രദ്ധയോടെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭംഗി വരണമെങ്കിൽ അതിനനുസരിച്ച് റിസ്ക് എടുത്ത് ചെയ്താൽ തന്നെ അതിന്റെ ഭംഗി വരുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ റൂമിന്റെ ഇത് വരുന്നത്. 2 റൂമാണ്. ഇതാണ് നമ്മുടെ റൂം. ഇത് നമ്മളുടെ റൂം മൂവാണ്ടൻ. നല്ല പേര്, നല്ലൊരു മാമ്പഴത്തിന്റെ പേരാണ് കേട്ടോ. അതെന്താ പേര്? തമ്പുരാനും മൂവാണ്ടനും. ഇതാണ് നമ്മുടെ ബാൽക്കണി. നമുക്കിവിടെ ബാൽക്കണി ഉണ്ട് കേട്ടാ. ബാൽക്കണി ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പൂളും കാണാം, ആ മണ്ഡപവും കാണാം, അപ്പുറത്തെ പുഴയുടെ സൈഡും കാണാം. ഇതാണ് ഫുഡ് കഴിക്കുന്ന ഏരിയയും കാണാം. ഇവിടെ നിന്ന് നമുക്ക് എല്ലാം കാണാം. നടക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആംബിയൻസ് ഇവിടെ നിന്ന് നോക്കി നമുക്ക് എല്ലാം കാണാം. ഉറപ്പായിട്ട് എല്ലാവരും വന്നിരിക്കണം കേട്ടാ. അടുത്ത് നമ്മുടെ റൂമിലേക്ക് കയറാം. താഴത്തെ റൂമിന്റെ അതേ എൻട്രൻസ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. റൂമിന്റെ എൻട്രൻസ് കണ്ടോ, അടിപൊളി. അത് താഴത്തെ അതേ സെയിം ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ലൈറ്റുകൾ കേട്ടോ. യെസ്, ആദ്യം റൂമിൽ കയറുമ്പോഴത്തേക്ക് ഒരു കോൺഫറൻസ് ഹാൾ പോലെ ഒരു ഹാളുണ്ട്. അടിപൊളിയാണല്ലേ ചെയ്തിരിക്കുന്നത്. ആ ഗ്രീനില് 2 ഗ്രീൻ കളർ തന്നെ അതേ സെറ്റ്. ഇതാണ് സോഫ സെറ്റും അതേ ടൈലിന്റെ അതേ സെയിം. അതെ, ഇതൊക്കെ ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നതാണ്. മൊത്തം കർട്ടന്റെ ഇതാണ് കേട്ടോ. കർട്ടൻ നോക്കിയാൽ നമുക്ക് എല്ലാം കാണാം. പ്രത്യേകിച്ച് നല്ലൊരു കേട്ടാ ഒരു അതിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റും, അത് ഒരു എന്താ പറയാ റൂമിന്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ. ചില റിസോർട്ട് പൈസക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന റിസോർട്ട് ഉണ്ട്, എന്നാൽ അത് ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇത് ഓരോ കാര്യം പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഡബിൾ പെർഫെക്റ്റ് ആണ്. ഇവിടെ ഗ്ലാസ് ഉണ്ട് ഓൾറെഡി. പിന്നെ ഗ്ലാസ് നമ്മൾ മാറ്റി, നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തതാണ്. ഇതാണ് ടി വി ഉണ്ട്, അതുണ്ട്. ഇതിന്റെ ഞാൻ കൊണ്ടിട്ട് ഓക്കെ. ചെറിയൊരു ലൈൻ ഫോൺ ഉണ്ട്. എന്താ ചെറിയൊരു ഇതുണ്ട്, അലമാര ഉണ്ട്. ഇവിടെ ഒരു ഇതുണ്ട് നമുക്ക് ബാൽക്കണി. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് വരുന്ന സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന. ഈ ഓരോ അത് നല്ല എക്സ്പെൻസീവ് വരുന്ന സാധനങ്ങളാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത്. അടിപൊളിയാട്ടോ എല്ലാം മൊത്തത്തില് നമ്മളെ ഒരു ലൈറ്റ് ഇല്ല ഇവിടെ. പിന്നെ ഇതൊക്കെ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഗ്ലാസ് 2 റൂം തിരിക്കുന്നത് ഗ്ലാസ് വെച്ചിട്ടാണ്. താഴത്തെ ഒരു റൂം ചെയ്തിരിക്കുന്നത് ഫുൾ ഗ്ലാസ്സിലാണ്. പക്ഷെ നമ്മൾ നമ്മുടെ റൂമിലൊക്കെ ഒരു സൈഡാണ് ഗ്ലാസ് ഉള്ളൂ. അപ്പൊ നമ്മൾ റൂമിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ഷോർട്സ് ആണ് എടുത്തത്. അപ്പൊ നമുക്ക് വ്ളോഗ് നമ്മൾ എടുക്കണ ഒരു തീരുമാനം ഇല്ലായിരുന്നു കണ്ട. ചായ ഇടാൻ വേണ്ടിയിട്ട് ഫ്ലാസ്കും 2 കപ്പ് അതെല്ലാം ഉണ്ട് കണ്ട. തേയില, കോഫി എല്ലാം ഉണ്ട്. വാട്ടർ കണ്ട, വാട്ടർ കുടിച്ചു തീർത്തു. പിന്നെ വേസ്റ്റ് ബോക്സ് ഇടാനുള്ള എല്ലാ സംഭവങ്ങളും. വൈഫൈ ഉണ്ട്. ഇതുവരെ ഒരിടം കണ്ടിട്ടില്ലാത്തൊരു ഇതാണ് ഫ്രിഡ്ജ് കണ്ട. ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അവര്. ഫ്രിഡ്ജ്, പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള റൂം. ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഇത് അലമാരയാണ്. ഇത് നമുക്ക് ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. വേറെ എനിക്കറിഞ്ഞൂടാ. നമ്മൾ തുണിയെല്ലാം വാരി ഇരിക്കുന്നുണ്ട്, ഒരു വൃത്തിയില്ലാതിരിക്കുകയാണ്. ബാത്റൂമിൽ നമ്മൾ ഡ്രസ്സൊക്കെ വാരിയിരിക്കുന്നു. ഓക്കെ, ഇതവര് അതിന് വേണ്ടിയിട്ട് ബ്രഷ്, പേസ്റ്റ്, ചീപ്പ്, പിന്നെ ഈ തലയിൽ കിട്ടുന്ന സംഭവം, ഷേവിംഗ് സെറ്റ്, ഇതെല്ലാം അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലേഡീസ് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ശരിക്കും ഇത്. നമുക്ക് നമ്മുടെ മുടി ഉണക്കുന്ന സംഭവം. യെസ്, അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം അഞ്ചാലുമൂടിലാണ്, നമ്മുടെ സാമ്പ്രാണിക്കൊടിയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ വെക്കേഷൻ വന്ന് അടിച്ചു പൊളിച്ച് പോകാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, മാംഗോ ലാൻഡ്രൺ ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും
നിങ്ങൾക്ക് ഈ റിസോർട്ടിന്റെ ഫുൾ ആർക്കെങ്കിലും കണ്ണാടി ഡീറ്റെയിൽ. വേണോ? യെസ്. എന്താണ് എടാ ആദി ഇതാര്? ജാനിന്നാ തൊപ്പി. ഓക്കെ കിഷോർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടിന്റെ ആംബിയൻസ്? ഇവർക്കാണ് ലാഭമായിരുന്നു. അങ്ങനെയല്ലടാ, റിസോർട്ട് എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. റിസോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് ദിവ്യ? അല്ലേ, അടിപൊളിയല്ലേ? യെസ്, അത്രയ്ക്ക് കിടിലമാണ്. അപ്പൊ ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് മാംഗോ ലാൻഡ്രനിലേക്ക് വരിക അല്ലേ? അതെ, Yes. Okay. എല്ലാരും വരിക. അപ്പൊ ഷോക്ക് ഫാം അപ്പൊ എല്ലാരും വന്ന് അടിച്ചു പൊളിക്കുക. യെസ്. ഷോക്ക് ഫാമിലി ഇനി ഒരു പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ. ബൈ ബൈ.